ശ്രദ്ധിക്കുക. ചോക്ക് യൂസ് ചെയ്യുന്ന സ്കൂൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോക്ക് പൗഡർ, അതായത് ഡസ്റ്റർ തട്ടുമ്പോഴുള്ള ചോക്ക് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ചോക്ക് പൗഡർ അവർ ശ്വസിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് ഒരുപാടധികം മുന്നിലേക്ക് പോയി ഇരിക്കാതെയും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരിധി വരെ കുട്ടികളിൽ ഉണ്ടാകുന്ന ബ്രോങ്കിയൽ ആസ്മ നമ്മൾ ട്രിഗറിങ് ഫാക്ടേഴ്സ്, അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. ചിലർക്ക് ചില പെർഫ്യൂം അല്ലെങ്കിൽ ചന്ദനത്തിരിയുടെ മണം, ഇതൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടറായിരിക്കും ബ്രോങ്കിയൽ ആസ്മ വരാനായിട്ട്. അപ്പോൾ ഏത് ട്രിഗറിങ് ഫാക്ടറാണ് നിങ്ങളുടെ കുട്ടിക്ക് ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അത് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന കുട്ടികൾ. അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ നിർദ്ദേശിക്കുന്ന പോലത്തെ, നിങ്ങളുടെ പൾമണോളജിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ ഡോസിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് ആ ഇൻഹേലേഴ്സ് കൊടുക്കേണ്ടതാണ്. അതല്ല ഹോം നെബുലൈസേഷനിലുള്ള കുട്ടികളാണെങ്കിൽ, വീട്ടിൽ നെബുലൈസേഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് നെബുലൈസേഷൻ ഡോക്ടർ പറഞ്ഞ പോലത്തെ അതേ ഡോസിൽ അതേ ടൈമിൽ അവർക്ക് കൊടുക്കേണ്ടതാണ്.